السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുവർത്തു മാപ്പാക്കി തരുമാറാകട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ നാം അനുഷ്ഠിക്കുന്ന എല്ലാ നോമ്പുകളും തറാവീഹ് നമസ്കാരങ്ങളും സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. മഹാനായ തഴവ ഉസ്താദ് രചിച്ച അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ലാ ഹൗല എന്ന ഭാഗത്തിന്റെ രണ്ടാം ഭാഗമാണെന്ന് പാരായണം ചെയ്യുന്നത്. മഹാനായ തഴവ ഉസ്താദിന് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നിഅ്മത്ത് നീങ്ങാതെപ്പോഴും കാക്കുന്നതാ അൽ കഹ്ഫിലെ ലൗല മുതൽ നോക്കേണ്ടതാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ചൊല്ലുന്നതിനെ പറ്റിയുള്ള വിവരമാണ്, ചർച്ചയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ചൊല്ലിയാൽ കിട്ടുന്ന ഗുണങ്ങൾ: കണ്ണിനിതേറ്റം കൗതുകം നൽകുന്നതാ, ഖബറിൽ കടന്നാൽ കണ്ടു തന്നറിയേണ്ടതാ. അൽ കഹ്ഫ് സൂറത്തിൽ ലൗല മുതൽ വലൗലാഹു ഇദ് ദഖൽത ജന്നത ഖുൽത മാ ഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹി ഇൻ തറനി അൻ അഖല്ല മിൻക മാലം വവലദാ. അതാണ് ആയത്ത്. അപ്പോ നിഅമത്തുകൾ നീങ്ങാതെ എപ്പോഴും കാക്കും. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ, അത് നീങ്ങാതിരിക്കുന്നതിന് വേണ്ടി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവേ എനിക്കൊരു കഴിവുമില്ല, ഒന്നുമില്ല എനിക്ക്, നീയാണ് വലിയവൻ എന്ന ആണ് അതിന്റെ ദിക്റിന്റെ സാരം. അപ്പൊ നമ്മൾ വിനയാന്വിതരാകുന്നതിന് കാരണമാകുന്നു. റബ്ബിന്റെ മുന്നിൽ അവന്റെ അടിമകളായ നമ്മൾ വിനയാന്വിതരായി തീരുന്നതിന് വേണ്ടിയാണ് ഈ ദിക്റുകൾ ചെല്ലണമെന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, നിഅമത്തുകളൊക്കെ നിത്യമാക്കി തരും. അതൊന്നും നമ്മളിൽ നിന്ന് തട്ടി നീക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുകയില്ല എന്നർത്ഥം. കണ്ണിനിതേറ്റം കൗതുകം നൽകുന്നതാ, ഖബറിൽ കടന്നാൽ കണ്ടു തന്നറിയേണ്ടതാ. കണ്ണിന് ഏറ്റവും കൗതുകം. ഖബറിൽ ചെന്നാൽ ഇത് ചെല്ലിയതിന്റെ ഗുണം നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഖബറിൽ നമുക്ക് ആരുമില്ലല്ലോ, ഭാര്യ ഭർത്താവുകൾ ആരുമില്ല, മക്കളില്ല, കൂട്ടുകുടുംബമില്ല, ഇഷ്ടജനങ്ങളില്ല, മാതാപിതാക്കളില്ല, സഹോദരി സഹോദരന്മാരില്ല. നമ്മുടെ നാട്ടിന് ഒന്നാകെ ഭരിച്ചിരുന്ന നേതാവാണെങ്കിൽ പോലും ആരും അനുയായികളുമില്ല, ഒന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്. ആ ഖബറിൽ നമ്മളൊക്കെയും ഏകരായി ചെന്ന് ഖബറിൽ അകപ്പെടുന്ന സമയത്താണ് നമ്മൾ ജീവിതത്തിൽ ചെയ്ത നന്മകൾ നമുക്ക് ഇങ്ങനെ വ്യക്തമായി വരുന്നത്. അപ്പൊ അവിടെ ഭൂമിയിൽ വെച്ച് നമ്മൾ ചൊല്ലിയ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റിന്റെ മഹത്വം, നമ്മൾ ചെയ്ത ഇബാദത്തിന്റെ മഹത്വം, നമ്മൾ ജീവിച്ചു വന്നിരുന്ന രീതി, ഇതൊക്കെയും ഖബർ മുതൽ നമ്മൾക്ക് ദർശിക്കാൻ കഴിയും. അതുകൊണ്ട് ഭൗതിക ജീവിതത്തിൽ ആലസ്യത്തിലായിക്കൊണ്ട്, പാരത്രിക ജീവിതത്തെ മറന്നുകൊണ്ട്, റബ്ബിനെ മറന്നുകൊണ്ട്, ഖബറും നരകവും സ്വർഗവും ഒന്നും ഓർമ്മിക്കാതെ ഏതെങ്കിലും രീതിയിൽ അങ്ങ് ജീവിച്ചു പോകുക എന്നതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും മാറേണ്ടതാണ്. നാളത്തെ ജീവിതത്തിന്റെ തുടക്കം ഖബറാകുന്നു. അവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം രക്ഷയാണ്. അപ്പോ ഖബറിൽ നമ്മൾ ഈ ദിക്റുകൾ ചൊല്ലുന്നതിന്റെ, നിസ്കരിക്കുന്നതിന്റെ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ കഴിയും, ദർശിക്കാൻ കഴിയും. ക്ലേശത്തിനെന്നും എപ്പോഴും ഉതകുന്നതാ, ഖൽബിന് സന്തോഷം സദാ പുതുക്കുന്നതാ, അപാരവൃദ്ധം മുഴുവനും പറ്റുന്നതാ, ആശ്വാസമെന്നത് സകലതും ഇതിലുള്ളതാ. മനസ്സിന് സമാധാനം കിട്ടുക എന്നത് എത്ര വിലമതിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കയ്യിൽ കോടാനകോടി രൂപയുണ്ട്, സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, വീടുണ്ട്, കാറുണ്ട്, ജോലിയുണ്ട്, പക്ഷെ മനസ്സിന് സമാധാനം ഇല്ല. എന്നാ പിന്നെ അതുകൊണ്ട് എന്താ ഗുണം? മനസ്സിന് സമാധാനം കിട്ടാത്ത ജീവിതമാണെങ്കിൽ എന്ത് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. കോടാനകോടി രൂപയുടെ സ്വത്തും മുതലും ഉള്ളവരൊക്കെ ഈ അടുത്ത സമയങ്ങളിൽ നമ്മൾ കേട്ട ഒരു പേരുണ്ടല്ലോ, ആത്മഹത്യ ചെയ്ത് വെടിവെച്ചുകൊണ്ട്, സ്വന്തം ശരീരത്തിലേക്ക് വെടിവെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തു. എന്താ കാര്യം?
മനസ്സിന് സമാധാനമില്ല. കോടാനുകോടി രൂപയുടെ മുതലാളിയാണ്, വ്യവസായിയാണ്, ഒരുപാട് ആൾക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഭരണാധിപന്മാരുണ്ട്, ഇതര രാജ്യങ്ങളിലെ ആൾക്കാരുണ്ട്. പക്ഷേ സ്വത്തിൻ്റെ മുന്നിൽ കോടാനുകോടി രൂപയുടെ ഉടമസ്ഥനാണെങ്കിൽ പോലും മനസ്സിന് സമാധാനമില്ലെങ്കിൽ പിന്നെന്താണ് ജീവിതം? അപ്പോൾ ഒരു സാധുവായ മനുഷ്യൻ, അന്നന്ന് ജീവിക്കാൻ വകയുള്ള ഒരു മനുഷ്യൻ, അവരവരുടെ നിത്യജീവിതം നടത്തി പോകുന്നു. മനസ്സിന് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ക്ലേശങ്ങളില്ല, ദുഃഖങ്ങളില്ല, വിഷമങ്ങളില്ല. എന്നാൽ പിന്നെ അത് തന്നെയല്ലേ ഏറ്റവും നല്ലത്? മനക്ലേശമില്ലാതെ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുക. അത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റുകൾ അധികമായി ചൊല്ലുന്നവർക്കൊക്കെ മനസ്സിന് സമാധാനം കിട്ടുന്നതാണ്. അസ്ഹാബികൾ ഇത് യുദ്ധമിൽ തിന്നുന്നതാ, അതിനാൽ വിജയം കണ്ട് സ്തുതി പാടുന്നതാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ യുദ്ധവേളകളിൽ ആ ദിക്റുകൾ അവർ ചൊല്ലിക്കൊണ്ടേയിരിക്കും. ആ ദിക്റുകൾ ചൊല്ലുന്നത് കൊണ്ട് അവർക്ക് മനക്ലേശമില്ല, ധൈര്യം കിട്ടുന്നു. അത് കാരണമായി കൊണ്ട് തന്നെ അവർ യുദ്ധത്തിൽ വിജയിച്ചു വരികയും ചെയ്യും. ഇത് മുർസലീങ്ങളുടെ എണ്ണമിൽ ഖൈറുള്ളതാ, ഹമ്മെന്ന സൈന്യം തോറ്റു കീഴടങ്ങുന്നതാ. 313 മുർസലുകളാണ് ഉള്ളതെന്ന് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ 313 മുർസലുകളുടെ എണ്ണം അനുസരിച്ച് ഇത് ചെല്ലിയാൽ ഹമ്മ് എന്ന സൈന്യം തോറ്റു കീഴടങ്ങും. ഹമ്മ് മനക്ലേശം, മനസ്സിനെന്തോ അലട്ടലുകൾ, അല്ലലുകൾ, ക്ലേശങ്ങൾ, ഇതൊന്നും മനുഷ്യനെ നമ്മളെ ബാധിക്കുകയില്ല. 313 മുർസലുകളുടെ എണ്ണം വെച്ചത് ചൊല്ലിയാൽ, അതൊരു എണ്ണം, അതൊരു പ്രത്യേകമായ ഇതാണ്. അതനുസരിച്ച് ചൊല്ലിയാൽ മനക്ലേശമൊന്നും നമ്മളെ ബാധിക്കുകയില്ല. നമ്മുടെ മനസ്സെപ്പോഴും ശാന്തമായിരിക്കും. മടിക്കാതെ തിന്നവൻ എപ്പോഴും രുചിയുള്ളതാ, രുചിക്കാതെ തിന്നവനും ഫലം ലഭിക്കുന്നതാ. ഇതിലുള്ള ശ്രേഷ്ഠത എണ്ണിയാൽ തീരാത്തതാ, കഴിയുന്നതും ഇത് തിന്നു ശീലിക്കേണ്ടതാ. ഇത് എണ്ണം കറക്റ്റാക്കി കൊണ്ട് ചെല്ലുക. ഓരോ ഉസ്താദുമാരോട്, ഷെയ്ഖന്മാരോട് നമ്മളെല്ലാം ചോദിക്കും, എന്തെങ്കിലും ഓതാൻ തരണം, ചെല്ലാൻ തരണം എന്ന് പറഞ്ഞാൽ അവർ പറയും എണ്ണം. ചിലർ ഈ എണ്ണം അനുസരിച്ച് നീ ചെല്ലിക്കോ എന്ന് പറഞ്ഞാൽ ആ എണ്ണം തന്നെ നമ്മൾ കറക്റ്റാക്കി ചൊല്ലണം. അതിൽ ചില ഗുണങ്ങളുണ്ട്, ആ എണ്ണത്തിൽ ചില രഹസ്യങ്ങളുണ്ട്. അതേ പ്രകാരമാണ് 313 എന്ന് പറയുന്ന മുർസലുടെ എണ്ണത്തിനനുസരിച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റ് ചൊല്ലിയാൽ ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബിയുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലുക, സ്വലാത്തു നാരിയ ചൊല്ലുക, നബിയുടെ മേലുള്ള സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ദിക്റുകൾ അധികരിപ്പിക്കുക. നമ്മുടെ മനസ്സ് ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ ഒക്കെ മാറിക്കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇവിടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. മനസ്സിന് സമാധാനം നൽകുന്ന, ശാന്തി നൽകുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ അധികമായി ചെല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാവുകൾ കൊണ്ട് വേണ്ടാധീനം പറയുന്നത്, മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത്, ഗീബത്ത് പറയുന്നത്, നമീമത്ത് പറയുന്നത്, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ വക ദിക്റുകൾ അധികരിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. റഹ്മാനും റഹീമായ തമ്പുരാനെ, അവരുടെ എല്ലാവിധമായ രോഗങ്ങൾക്കും നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ സഹോദരങ്ങളിൽ, ഞങ്ങളെ കൂട്ടുകാരിൽ, ഞങ്ങളെ ബന്ധുക്കളിൽ, ഞങ്ങളെ ഗുരുവര്യന്മാരിൽ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. അവരുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളായ മക്കളെ കൂടുതൽ ഉൾപ്പെടുത്തണേ അല്ലാ. നാഫിയായ ഇൽമും ഓർമ്മ ബുദ്ധിയും കൂർമ്മ ബുദ്ധിയും കൊടുത്ത് അവരൊക്കെ സ്വാലിഹീങ്ങളെ കൂടുതൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്.
അവരുടെ ജോലികളിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഹലാലായ സമ്പത്ത് നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്തഗ്ഫിറുൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്തഗ്ഫിറുൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്തഗ്ഫിറുൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.